ഷംന ഷാനവാസ് നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഗോൾഡ് റേറ്റ് പറയാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ മഴ ഒന്ന് തോർന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ വെയിൽ വരുമായിരിക്കും. അപ്പൊ ഇന്നത്തെ ഗോൾഡ് റേറ്റും കൂടി ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ തന്നെയാണ്. 4560 ആണ്. പവന് വരുന്നത് 36,480. ഒപ്പം ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള മാലയും കൂടെ ഞാൻ പരിചയപ്പെടുത്തേണ്ടത്. നമ്മുടെ സ്വന്തം ബോയ്സ് അഥവാ റെയിൽസ് മാലയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായി, രാവിലെ 9:30 മുതൽ ഓപ്പൺ ആണ്. നമ്മുടെ എടപ്പള്ളി, വൈറ്റില, പെരുമ്പളം, കവലയ ഷോപ്പുകൾ ഓപ്പൺ ആണ്. അപ്പൊ ആർക്കെങ്കിലും വെഡിങ് പർച്ചേസിന് 1 മണിക്കൂർ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഓൺലൈനിൽ നമ്മൾ ഓൺലൈൻ പർച്ചേസും തുടങ്ങുന്നുണ്ട് ഇന്നോട്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പിന്നെ കണ്ടെയ്ൻമെന്റ് സോൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. അപ്പൊ അത് എവിടെയെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ പർച്ചേസും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ വേറെ എന്താ പറയാനുള്ളത്? അപ്പൊ എല്ലാവരും ഷോപ്പ് ഓപ്പൺ ആക്കി സന്തോഷത്തിലായിരിക്കും. വെഡിങ് പർച്ചേസ് ഉണ്ടെങ്കിൽ പിന്നെ അഡ്വാൻസ് ബുക്കിംഗ് കേട്ടോ. ഇപ്പൊ ഷോപ്പിൽ വരാതെ ആണെങ്കിലും എന്റെ നമ്പറിൽ വിളിച്ചിട്ടാണെങ്കിലും നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്ത് റേറ്റ് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പൊ റേറ്റ് ഇങ്ങനെ കൂടുന്നുണ്ട്. ഇന്നിപ്പോ സ്റ്റഡി ആണെന്ന് നിങ്ങൾ നോക്കണ്ട, റേറ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. കോവിഡിന്റെ വിഷയം, യുദ്ധത്തിന്റെ പ്രശ്നം എല്ലാം കൂടെ ഉണ്ടല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാം. ഇനി കല്യാണ പാർട്ടി അഡ്വാൻസ് ബുക്ക് ചെയ്തവരൊക്കെ ആണെങ്കിൽ ഷോപ്പിൽ ഇന്ന് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ വേറെന്താ, ഇനി നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെയിൽ മാലയിലേക്ക് പോയാലോ? നല്ല ക്യൂട്ട് ആയിട്ടുള്ള അതിന്റെ വെയിറ്റും കാര്യങ്ങളും എത്രയിലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നും എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നേരെ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോ ഞാൻ ഇവിടെ നമ്മുടെ റെയിൽ മാല വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പറയാം, നമ്മുടെ റെയിൽ മാലക്ക് ബോയ്സ് എന്നും പറയും കേട്ടോ. ആദ്യം മാല തന്നെ കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു ഭംഗിയുള്ള, ഞാൻ ഒരു ലോക്കറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന ഡിസൈൻ ആണ്. ഒത്തിരി പേര് നമുക്ക് താലിമാലക്കൊക്കെ കൊണ്ടുപോകുന്ന ഡിസൈൻ ആണിത്. കാരണം മുല്ല കഴിഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുറെ പേർക്ക് ഇഷ്ടം ഇതാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെയിൻ ആണ്. നല്ല ഭംഗിയായിരിക്കും. പരന്നിട്ട് തന്നെയാണ്, പക്ഷെ ആ ഡിസൈൻസ് ഒക്കെ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഇതിന് റെയിൽ മാലയെന്നും ബോയ്സ് മാലയെന്നും പറയാറുണ്ട് കേട്ടോ. ബോയ്സ് എന്ന് പേര് വന്നേ ഉള്ളൂ, പക്ഷെ ലേഡീസും കൊണ്ടുപോകണത് കൂടുതലും. ബോയ്സും ഒരേപോലെ കൊണ്ടുപോകുന്ന മോഡൽസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഇതുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് കമ്പി പോലെ വന്നിട്ട് മിഡിൽ പോർഷൻസിൽ ഇങ്ങനെ ബോൾസ് പോലെ ഫുള്ളും വന്നേക്കുന്ന. നിങ്ങൾക്ക് ഓരോ ദിവസം ഞാൻ കാണിക്കണോണ്ട് കറക്റ്റ് ആയിട്ട് നല്ലൊരു ഭംഗിയിൽ തന്നെ കിടക്കുന്നതാണ്. കണ്ടല്ലോ. പിന്നെ ഇതിപ്പോ എല്ലാവരും ചോദിക്കും ഇത് എത്ര ഇറക്കത്തിലൊക്കെ കിട്ടണമെന്ന്. നമുക്ക് 2 പവൻ മുതൽ 8 പിടിയില് നമുക്ക് അവൈലബിൾ ആണ് ഈ മാല. 2 പവൻ മുതൽ 8 പിടിയില്. എന്താന്ന് വെച്ചാല് നമ്മൾ കല്യാണ പാർട്ടിക്കാരൊക്കെ എല്ലാവരും 8 പിടിയിലല്ലേ കൊണ്ടുപോകണം. അപ്പൊ 2 പവൻ മുതൽ നമുക്ക് ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് 1.5 പവനാണെങ്കിൽ 6 പിടിയിൽ കിട്ടും. നിങ്ങൾക്ക് 5 പിടിയാണ് വേണ്ടെങ്കിൽ 1.25 പവനിൽ കിട്ടും. അങ്ങനെയാണ് പോണത്. തല വഴി ഇടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 2 പവൻ മുതലാണ് സ്റ്റാർട്ടിങ് വന്നേക്കുന്നത്. കണ്ടോ, നല്ല ഇറക്കത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിലെല്ലാം ഇറക്കം ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മസ്ത ഇട്ടേക്കണോണ്ട് നമുക്ക് പൊങ്ങി നിൽക്കുന്നത് ഇങ്ങനെ ബാക്ക് സൈഡില് നല്ല ഭംഗിയിൽ തന്നെ. ഇപ്പൊ ലോക്കറ്റ് ഞാൻ ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. എന്താന്ന് വെച്ചാല് ലോക്കറ്റ് ഇട്ട ഇതിപ്പോ നമുക്ക് ഹിന്ദുസ് ഒക്കെയാണ് കൊണ്ടുപോകണമെങ്കിൽ താലിയാണ്, നെയിം എഴുതിയ താലി ഉണ്ടാകും. ഇനിയിപ്പോ അതുപോലെ ഓം താലി ആണെങ്കിൽ അതാണെങ്കിലും ഉണ്ടാകും. ഇനിയിപ്പോ മുസ്ലിംസോ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ലോക്കറ്റ്സ് ഒക്കെ ആയിരിക്കും കൊണ്ടുവന്നത്. ഇപ്പൊ കുവൈറ്റി ലോക്കറ്റ്സിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ വെച്ചേക്കുന്നത്. ഞാൻ നല്ല ഭംഗിയുള്ള വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും കൂടെ വന്നേക്കുന്ന ഒരു ഡിസൈൻ ആണ് വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുള്ള. അപ്പൊ അങ്ങനത്തെ കൊണ്ടുപോകുന്നവരുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഹിന്ദുസ് ആണെങ്കിൽ ഞാൻ അതും വെച്ചിട്ടുണ്ട്. ഇവിടെ താലി ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1 ഗ്രാമിന്റെ ഓം താലിയാണ് കേട്ടോ വെച്ചേക്കണത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1/2 ഗ്രാം മുതലുള്ള താലികളുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് താലി എടുക്കാവുന്നേ ഉള്ളൂ. അത്രയും ക്യൂട്ടായിട്ടുള്ള മോഡലിൽ വന്നേക്കുന്നതാണ്. കണ്ടല്ലോ. പിന്നെ എല്ലാവരും ഇത് കാണിക്കുമ്പോ വെയിറ്റ് ചോദിക്കും. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 പവനാണ്. ഞാൻ ഇട്ടേക്കണതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 പവനാണ് കേട്ടോ. അപ്പൊ നമുക്ക് 8 പിടിയിലും 10 പിടിയിലും നമുക്ക് 2.5 പവൻ മുതലാണെങ്കിൽ 10 പിടിയിൽ അവൈലബിൾ ആയിരിക്കും. അടുത്ത ഡൗട്ട് എല്ലാവർക്കും അതായിരിക്കും അല്ലെ, 10 പിടിയിൽ അവൈലബിൾ ആണോ 9 പിടിയിൽ അവൈലബിൾ ആണോ എന്ന്. 2.5 പവൻ മുതലാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. 2 പവനിൽ നമുക്ക് 8 പിടിയിലാണ് കിട്ടുന്നത്. അപ്പൊ കണ്ടല്ലോ, നമ്മുടെ റെയിൽ മാല അഥവാ ബോയ്സ് ചെയിൻസ് ആണ് വരുന്നത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള നമുക്ക് താലിമാലക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതേപോലെ പലർക്കും പല ഇഷ്ടങ്ങളല്ലേ. കുറെ പേർക്ക് മുല്ലമാല ആയിരിക്കും, കുറെ പേർക്ക് റെയിലായിരിക്കും, കുറെ പേർക്ക് ലോട്ടസ് ആയിരിക്കും. അങ്ങനെ കുറെ മോഡൽസ് ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ദൂരെയൊക്കെ ഇത് അത്യാവശ്യം നല്ല ലോങ് ആണ്. ഇത് 10 പിടിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്.
പിന്നെ ഞാൻ വീഡിയോ ചെയ്തപ്പോണ്ടല്ലോ, ഞാൻ ഈ പിടി കണക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. പക്ഷെ കുറെ പേര് എനിക്ക് അതിനെ അറിയാത്തവരായിരിക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പിടി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. 3 × 10 നോക്കിയാൽ 30 ഇഞ്ചിലായിരിക്കും. കണ്ടോ? ആ മാലയുടെ ഡിസൈൻ ഒന്ന് നിങ്ങൾ നോക്കിക്കോ, നല്ല ഭംഗിയുള്ളതായിരിക്കും. ഇനിയും താലിമാലക്കൊക്കെ ഇതും അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഇനിയും ഞാൻ എല്ലാ വീഡിയോസിലും എല്ലാം നമ്മുടെ ഗോൾഡ് റൈറ്റ് വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക. ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓർക്കണോട്ടാ, എല്ലാവരും കാണിക്കണം. പിന്നെ ഇതിന്റെ പാദസരം, അടുത്ത ഓപ്ഷൻ എല്ലാവർക്കും ചോദ്യം അതായിരിക്കില്ലേ, പാദസരം എന്ന് പറയുന്നത് 2 പവൻ മുതൽ അവൈലബിൾ ആണ് ഇതിന്റെ പാദസരം. കാരണം അത്രയും ക്യൂട്ടായിട്ട് പാദസരം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാകും, എന്തായാലും പാദസരം ഉണ്ടാവും. 2 പവൻ മുതലാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ പാദസരം. അത് നല്ല ഭംഗിയായിരിക്കും, കാലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പരന്ന് കിടക്കണ ചെയിനല്ലേ, അത് കാരണം നല്ലൊരു വെറൈറ്റി ലുക്കിൽ തന്നെ നമുക്ക് ഇതുണ്ടാവും. നല്ല ക്യൂട്ടായിട്ടുള്ള ചെയിനാണ്. കുറച്ചിങ്ങനെ മിഡിൽ പോർഷനിൽ എംബോസ് ചെയ്ത് ഇങ്ങനെ ആ ഒരു ബോൾസ് നിൽക്കണോണ്ട് വളരെ ക്യൂട്ടായിരിക്കും. അപ്പോ ഇതാണ് നമ്മുടെ റെയിൽ ചെയിൻ അഥവാ ബോയ്സ് ചെയിൻ. അപ്പൊ എല്ലാവർക്കും ഏകദേശം മനസ്സിലായില്ലേ? എല്ലാവരും ചോദിക്കും പഠിപ്പിച്ചു തന്നെയാണോ നോക്കല്ലേ. എന്നാലും ഏകദേശം നിങ്ങൾക്ക് ചിലവർക്കൊന്നും അറിയാൻ പറ്റില്ല ചെയിന്റെ ഐഡിയ. ഇതിപ്പോ നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പോൾ ഓരോ ചെയിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന ചെയിൻ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു വീഡിയോയിൽ എടുത്ത് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഒരു ചെയിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് എത്രയിലാണ് സ്റ്റാർട്ടിങ്, 5 വിടിയിൽ 6 വിടി അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. പക്ഷെ ഓരോ ദിവസം ഒരു ചെയിൻ വെച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് റേറ്റിന്റെ കൂടെ ഇന്ന് ഈ ഒരു അടിപൊളി നമ്മുടെ മാലയുമായിട്ട് വന്നേക്കണം. ഇനി നാളെ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ വേറെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പൊ ഇന്ന് അടിപൊളിയായില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ നമ്മുടെ ഷോപ്പ് എല്ലാം ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടപ്പള്ളി വൈറ്റില പെരുമ്പളംകവല ഷോപ്പ് ഓപ്പൺ ആണ്. വെഡിങ് പർച്ചേസിന് വേണ്ടി 1 മണിക്കൂർ നമുക്ക് വന്ന് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാണ്. വെഡിങ് പർച്ചേസുകാർക്ക് 1 മണിക്കൂർ വന്ന് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഷോപ്പ് രാവിലെ തൊട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. നമുക്ക് എറണാകുളം ജില്ലയിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാന്നുണ്ട് ഇന്ന്. അപ്പൊ നമ്മൾ അതും ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലോ വിളിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞുതരും. രാവിലെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോ അടിപൊളിയായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ഗോൾഡ് റേറ്റും കണ്ടു, നമ്മുടെ ബോയ്സ് മാല അഥവാ റെയിൽ മാലയും നമ്മൾ പരിചയപ്പെട്ടല്ലേ. ഓക്കെ, ഇന്ന് നമ്മൾ പരിചയപ്പെട്ട നല്ല ക്യൂട്ട് ആയിട്ടുള്ള റെയിൽ ഡിസൈനിലെ മാലയല്ല, താലിയായിട്ട് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയാണ് ഞാൻ അതിന്റെ താലിമാല. ഇനിയിപ്പോ അതുമല്ല, നമ്മൾക്ക് ഹിന്ദുസ് ഒക്കെ ആണെങ്കിൽ ഇതേപോലെ ഹിന്ദുസ് ഒക്കെ ആണെങ്കിൽ മുസ്ലിംസ് ഒക്കെ ആണെങ്കിലും ഇതേപോലത്തെ എല്ലാം എടുക്കണത്. പിന്നെ താലി എടുക്കണവരും ഉണ്ട്. ഇനി അത് കൂടാതെ നെയിം താലി അടിച്ചെടുക്കുന്നവരും ഉണ്ട്. നമുക്ക് ലെറ്റർ ലോക്കറ്റ്സിലും ഉണ്ട്, ഓമിലും ഉണ്ട്. എല്ലാ തരത്തിലും വെറൈറ്റീസ് ആയിട്ടുള്ള നെയിം ലോക്കറ്റ്സുകളും അവൈലബിൾ ആണ്. കല്യാണത്തിനാണെങ്കിലും അല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ റെയിൽ മാലയും കണ്ടു, അതിനൊപ്പം നമ്മുടെ ഗോൾഡ് റേറ്റും നമ്മൾ കണ്ടല്ലേ. അപ്പൊ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു. സൈനിങ് ഓഫ്. ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡ് ഡയമണ്ട്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലർ.